നമസ്കാരം, ഞാൻ ക്രിസ്tina ചെറിയാൻ. ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും സജീവമായ വാർത്തകൾ വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഈ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടല്ലോ. കൊടും ചൂടാണ്, ഒരു ആശ്വാസമാകാൻ സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽമഴ എത്തുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ബുധനാഴ്ചയോടുകൂടി തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പല ജില്ലകളിലും ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. വ്യാഴാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സൂചനയാണ് യെല്ലോ അലർട്ട്. മലപ്പുറം, വയനാട് ജില്ലകളിലായിരിക്കും വ്യാഴാഴ്ച ശക്തമായ മഴ ലഭിക്കുന്നത്. വെള്ളിയാഴ്ച ഇടുക്കി ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. മറ്റൊന്ന്, ഈ ഒറ്റപ്പെട്ട മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് 2 ദിവസത്തേക്ക് കൂടി കാലാവസ്ഥാ വകുപ്പ് നീട്ടിയിരിക്കുന്നു എന്നതാണ്. നാളെ വരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പുതിയ മുന്നറിയിപ്പ് പ്രകാരം ബുധനാഴ്ച വരെ ഉയർന്ന താപനില സംസ്ഥാനത്ത് തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. ഈ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്താനുള്ള സാധ്യത. 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പാലക്കാട് ജില്ലയിൽ ഈ ദിവസങ്ങളിൽ താപനില രേഖപ്പെടുത്തും. ഇതിനു പുറമെ കൊല്ലം, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് ഇപ്പോഴും തുടരുന്നുമുണ്ട്. ക്രിസ്റ്റീന. പ്രതീക്ഷ, അതുപോലെ തന്നെ ഈ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ഉഷ്ണതരംഗ സാധ്യത പിൻവലിച്ചതോടുകൂടി തന്നെ അതികഠിനമായ ചൂടിന് ശമനമുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ 2 ദിവസം കൂടി പ്രത്യേക ജാഗ്രത വേണമെന്നത് തന്നെയാണ് ഈ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ രാവിലെ 11നും 3 മണിക്കും ഇടയിൽ പുറത്തിറങ്ങുന്നതും ഒപ്പം നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതും ഒഴിവാക്കണം. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ നിർദ്ദേശങ്ങൾ ഇപ്പോഴും ഈ ദിവസങ്ങളിലും പാലിക്കണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ 40 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും താപനില ഉണ്ടാകുന്നത്. പാലക്കാട് ജില്ലയിൽ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്ന താപനില. ഈ രാത്രി കാലങ്ങളിലും ഉയർന്ന താപനിലയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോഴും ഈ ലഭിക്കുന്ന വേനൽമഴയായിരിക്കും ഈ താപനിലയ്ക്ക് ആശ്വാസമായി മാറുക. ബുധനാഴ്ചയോടുകൂടി തന്നെ വേനൽമഴ കൂടുതൽ സജീവമാകും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളിലായിരിക്കും വ്യാഴാഴ്ചയോടുകൂടി കൂടുതൽ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവുക. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. കോടതി വിധി ലഭിച്ച ശേഷം കന്റോൺമെന്റ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, എന്തൊക്കെയാണ് ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ? എപ്പോഴായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക? KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശമായിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോടതി വിധി ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിച്ച ശേഷം കന്റോൺമെന്റ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, മേയർക്കും MLAയ്ക്കും അതേപോലെ തന്നെ 5 പേർക്കെതിരെ കേസെടുക്കാനാണല്ലോ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എപ്പോഴായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക? അതായത് ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് കോടതി ഇത്തരത്തിൽ കേസെടുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കോടതി ഉത്തരവ് കന്റോൺമെന്റ് പോലീസിന് ലഭിച്ചതിന് ശേഷമായിരിക്കും കേസെടുക്കുന്ന ുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. മേയർ ആര്യ രാജേന്ദ്രൻ, സഹോദരൻ
ഒപ്പം തന്നെ സച്ചിൻ ദേവ് സഹോദരൻ്റെ ഭാര്യ പിന്നെ കണ്ടാലറിയുന്ന ഒരാൾ എന്നിങ്ങനെയാണ് കേസെടുക്കാൻ നിർദ്ദേശമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഈ കോടതി ഉത്തരവ് ലഭിച്ചതിന് ശേഷം പോലീസ് തീരുമാനിക്കും. ക്രിസ്റ്റീന. ശരി. തിരുവനന്തപുരത്ത് നിന്ന് എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോടതി വിധി ലഭിച്ച ശേഷമാണ് കന്റോൺമെന്റ് പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകൾ പിടിച്ചെടുത്തു. വെടിമറ റിയാസിന്റെ വീട്ടിൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SP യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ മാവിൻചോട് മാഞ്ഞാലി ഭാഗത്ത് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് റിയാസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും അതോടൊപ്പം 9 ലക്ഷം രൂപയും 20 വെടിയുണ്ടകളും പിടിച്ചെടുത്തത്. ഇയാൾ മുൻപ് 7ഓളം കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആലുവ റൂറൽ മേഖല കേന്ദ്രീകരിച്ച് നിരവധി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. അങ്ങനെയാണ് റിയാസിന്റെ മുൻ പശ്ചാത്തലമെല്ലാം കേന്ദ്രീകരിച്ച് ഇന്ന് വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരം വസ്തുക്കൾ കണ്ടെത്തിയത്. ഏതെങ്കിലും തരത്തിൽ പുതിയ അക്രമ പദ്ധതികളോ അല്ലെങ്കിൽ അത്തരം ഇവർ പ്ലാൻ ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോഴും റിയാസിന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. ക്രിസ്റ്റീന. വിഷ്ണു, അതേപോലെ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും ഈ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരിശോധന. ഇനി ഈ ഒരു കേസിൽ ഏത് രീതിയിലായിരിക്കും പോലീസിന്റെ നീക്കം? ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആലുവ കൊണ്ടോട്ടി ജംഗ്ഷന് സമീപത്ത് വാഹനത്തിലെത്തിയ സംഘം 4 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞത്. അത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആലുവയിൽ വർദ്ധിച്ചു വരുന്നു എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SP യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഇത്തരം ഗുരുതരമായ വസ്തുക്കൾ, അതായത് 4 തോക്ക് ഉൾപ്പെടെ 9 ലക്ഷം രൂപയും വെടിയുണ്ട ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. ഗുരുതര സ്വഭാവമുള്ള കേസ് തന്നെയാണ്. ഇവരെന്തിനാണ് ഇത്തരം വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. റിയാസിന് മുൻപ് 7ഓളം കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ അക്രമ പദ്ധതികൾ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു, അക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഗൗരവ സ്വഭാവമുള്ള കേസായി തന്നെ പോലീസ് ഇത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ റിയാസിന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് ഇതിലെന്താണ് ഈ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ തോക്കുൾപ്പെടെ വീട്ടിൽ കരുതാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകും. അതേസമയം ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ മൃതദേഹം സംസ്കരിച്ചു. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണനാണ് ചേരുന്നത്. ആർക്കെ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ക്രിസ്റ്റീന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തുന്ന തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 16 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇവർ പ്രാദേശിക സഹായം ഈ ഭീകരർക്ക് നൽകിയവരാണ് എന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2 പേരുടെ രേഖാചിത്രം ഇന്ന് ഈ അന്വേഷണ സംഘം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ 2 പേരും ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ഈ അക്രമത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയത് ഈ 2 പേരാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരോടൊപ്പം ഒരു സംഘം ഭീകരർ കൂടി ഇവരുടെ ഭാഗമായിട്ടുണ്ട്. അവർ വനമേഖലകളിലേക്ക് കടന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരെ പിടികൂടാൻ സാധിക്കും എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. മാത്രമല്ല, ഇന്ന് ഈ വീരമൃത്യു വരിച്ച സൈനികൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ധീരോചിതമായിട്ടുള്ള യാത്രയയപ്പാണ് ഈ വീരമൃത്യു വരിച്ച സൈനികന് നൽകിയിരിക്കുന്നത്. ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുന്നു. വൈകിട്ട് 3:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഈ കള്ളക്കടൽ പ്രതിഭാസം അത് തുടരും എന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. എന്താണ് ഇപ്പോൾ നൽകാനുള്ള വിശദാംശങ്ങൾ?
ക്രിസ്റ്റീന, കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 3:30 വരെയാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് വന്ന അവസാന മുന്നറിയിപ്പിലും ഈ 3:30 വരെ ഓറഞ്ച് അലർട്ട് ആണ് എന്നതാണ് അറിയിക്കുന്ന കാര്യം. ഇത് നീട്ടി വയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അതേസമയം മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ഒരു ജാഗ്രത ഈ മണിക്കൂറിലടക്കം വേണമെന്ന് തന്നെയാണ് സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രവും അറിയിക്കുന്ന കാര്യം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും ഒപ്പം ഈ തെക്കൻ മേഖലകളിലുമാണ് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ റെഡ് അലർട്ട് ആയിരുന്നു, അതാണ് പിന്നീട് പിൻവലിച്ച ഓറഞ്ച് അലർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടൽ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് അടക്കം കയറാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയിലുള്ളവരും ഈ ബീച്ചുകളിലേക്ക് പോകുന്നവരും പ്രത്യേക ഒരു ജാഗ്രത ഈ ദിവസങ്ങളിൽ പാലിക്കണമെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം. ഇന്ന് 3:30 വരെയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ. അതിനുശേഷം ഈ മുന്നറിയിപ്പ് തുടരുമോ എന്ന കാര്യത്തിൽ വൈകാതെ തന്നെ വിവരം ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്. നാഗർകോവിലിൽ 5 വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിച്ചു. തിരുച്ചിറപ്പള്ളി സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് മനേഷ് മൂർത്തിയാണ്. മനേഷ്, അതീവ ദാരുണമായ ഒരു സംഭവമാണ്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിക്കുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത്? പല മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരിക്കുന്ന ഒരു സമയമല്ലേ ഇത്? കൃഷ്ണ, തിരുച്ചിറപ്പള്ളിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ. 12 പേർ ഇവിടെ ഒരു വിവാഹത്തിന് വേണ്ടി, സുഹൃത്തിന്റെ വിവാഹത്തിന് വേണ്ടിയാണ് അവർ തിരിച്ച് ഈ പറഞ്ഞ കന്യാകുമാരിയിൽ എത്തിയത്. ഇന്ന് രാവിലെയാണ് ഇവർ ഇവിടേക്ക് എത്തുന്നത്, അതായത് നാഗർകോവിലുള്ള ബീച്ചിലേക്ക് എത്തുന്നത്. അവിടെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കാരണം ഈ പറഞ്ഞ രീതിയിൽ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കടലിൽ ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പിനൊക്കെ അവഗണിച്ചാണ് ഇവർ കടലിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും 2 പേർ തിരയിൽപ്പെട്ടു. ബാക്കിയുള്ളവർ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് തിരയിൽപ്പെട്ടത് എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേനയും പോലീസും ഒക്കെ അറിയിക്കുന്നത്. എന്തായാലും മരിച്ചത് 5 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 3 പേർ ചികിത്സയിലുണ്ട്. അത് ചാരുകവി, ഗായത്രി, വെങ്കിടേഷ്, പ്രവീൺ, സർവദീക്ഷിത് എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇവർ ബാക്കിയുള്ള 3 പേരും ഇപ്പോൾ ചികിത്സയിലുണ്ട്. എല്ലാവരും സമീപത്തെ ആശുപത്രികളിലാണ് ചികിത്സയിലുള്ളത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവർ കടലിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. 12 പേരാണ് ഇവിടേക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു വിവാഹത്തിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നത്. കൃഷ്ണ. ശരി, ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മനേഷ് മൂർത്തിയാണ്. കൂടുതൽ വാർത്തകളുണ്ട് ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം പത്തനാപുരത്ത് രൂപമാറ്റം വരുത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ റോഡിലിറങ്ങിയ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കാർ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺരാജാണ്. അരുൺരാജ്, ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം എന്ന നിബന്ധനയുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിൽ അനുമതിയില്ലാതെ മോഡിഫിക്കേഷൻ വരുത്തുന്നു. അതേപോലെ തന്നെ അത് കസ്റ്റഡിയിലെടുത്തതിൻ്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഏത് രീതിയിലായിരിക്കും ഇതിൽ നടപടി ഉണ്ടാവുക? ക്രിസ്റ്റീന, ഈ സംഭവം നടക്കുന്നത് ഇന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് ഒരു കഥ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലം മേവറം ജംഗ്ഷനിൽ വെച്ച് ഈ മോഡിഫൈ ചെയ്ത വാഹനം ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തടയുകയും ഈ തടഞ്ഞെങ്കിൽ പോലും ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ കണ്ട് നിർത്താതെ ഈ വാഹനം കടന്നു പോവുകയുമായിരുന്നു. തുടർന്ന് കൊല്ലം RTO ആണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയ വാഹനം എവിടെ കണ്ടാലും പിടിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇത്തരം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പത്തനാപുരം മഞ്ചള്ളൂരിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് പരിശോധനയ്ക്കിടയിൽ ഇതേ വാഹനം അവരുടെ മുമ്പിലൂടെ കടന്നുപോയത്. ഈ വാഹനത്തെ പിന്തുടർന്ന് പത്തനാപുരം RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് ഈ പത്തനാപുരത്തെത്തി ഈ വാഹനം പിടികൂടിയത്. ഒരു കല്യാണ പാർട്ടിയുടെ വാഹനമായിരുന്നു ഇത്. ഈ കല്യാണ സ്ഥലത്ത് വെച്ച് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഓടിച്ച ഡ്രൈവറെ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഈ വാഹനം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ഈ ഒരു സംഘം സംഘടിച്ചെത്തിയ ആൾക്കാർ ഈ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളടക്കം ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള നടപടി ഉണ്ടാകും. ഇത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തുമെന്നടക്കമുള്ള മോശമായ വാക്കുകളടക്കം ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ഒരു സംഘം ആൾക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് ഈ രംഗം ശാന്തമാക്കിയത്. സംഭവത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനും അതുപോലെ തന്നെ വാഹനം അൾട്ടർ ചെയ്തതിനും വാഹനത്തിന് രൂപമാറ്റം വരുത്തിയതിനപ്പുറമുള്ള ഈ അമിതമായ വേഗത്തിൽ ആ വാഹനം ഓടിക്കുക, അപകടകരമായ രീതിയിൽ വാഹനം
വാഹനം നിരത്തിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ളതാണ് വാഹനം. പക്ഷേ ഇത് കൊല്ലം സ്വദേശികൾ വാങ്ങിയെന്നാണ് ഇവർ പറയുന്ന വിവരം. പക്ഷേ കൊല്ലം സ്വദേശികൾ വാങ്ങിയെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവരുടെ പക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വാഹനം ഓടിച്ച വ്യക്തിക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അരുൺരാജ്. കോഴിക്കോട് കുന്നമംഗലത്ത് 2 ഇടങ്ങളിൽ മോഷണം. മുറിയനാൽ ഫാർമസിയിൽ നിന്ന് 12,000 രൂപയും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് 15,000 രൂപയും ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. CCTV-കളിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, 2 ഇടങ്ങളിൽ, അതും 2 ഓഫീസുകളിൽ അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങളിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. CCTV-യിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടല്ലോ. ഏത് രീതിയിലാണ് കേസിന്റെ നടപടികൾ? ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയോട് കൂടിയാണ് കുന്നമംഗലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുള്ളത്. ഈ 2 സ്ഥാപനത്തിലെയും മോഷണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് മുറിയനാൽ ഫാർമസിയാണ്. ഇത് കുന്നമംഗലം വയനാട് റോഡിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ഫാർമസി. ഈ ഫാർമസിയിൽ നിന്നും 12,000 രൂപയും ചാരിറ്റി ബോക്സിൽ ഉണ്ടായിരുന്ന 1,500 രൂപയും ഒരു മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുന്നമംഗലം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിൽ നിന്നും 15,000 രൂപയും ഒരു മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ 2 മൊബൈൽ ഫോണുകളും നടക്കാവിന് സമീപമുള്ള ഹോട്ടലിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 2 മൊബൈൽ ഫോണും നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം കുന്നമംഗലം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മുഖംമൂടി ധരിച്ച മോഷ്ടാക്കളാണ് 2 ഇടങ്ങളിലും മോഷണം നടത്തിയതെന്ന വിവരമാണ് ഉള്ളത്. 2 ഇടങ്ങളിലും മോഷണം നടത്തിയതും ഒരേ സംഘമാണെന്ന വിവരം കൂടിയാണ് പോലീസ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് കുന്നമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ്. പത്തനംതിട്ട കല്ലേലിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കല്ലേലി എസ്റ്റേറ്റ് 2-ാം ഡിവിഷനിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. വനപാലകർ എത്തി കാട്ടാനകളെ തുരത്തി. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വീണ്ടും ഈ കല്ലേലി എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ക്രിസ്റ്റീന, 2 ദിവസം മുൻപ് സമാനമായ രീതിയിൽ ഈ കല്ലേലി എസ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. അത് 3 കാട്ടാനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഏതാണ്ട് 4ഓളം കാട്ടാനകൾ ഉണ്ട് എന്നാണ് നാട്ടുകാരും വനപാലക സംഘവും നമുക്ക് നൽകുന്ന വിവരം. ഇവിടെ തൊഴിലാളി ലയങ്ങളാണ്. നിരവധി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളടക്കം അവിടെ താമസിക്കുന്ന മേഖലയാണ്. എന്തായാലും 2 വീടുകളുടെ പരിസരത്തെത്തി. വീട്ടുകാർ എന്തായാലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത് ഏതാണ്ട് നോക്കുന്ന ദൂരത്തിൽ തന്നെ കാട്ടാനകളെ അവർ കണ്ടത്. എന്തായാലും അപ്പോൾ തന്നെ വനപാലകർ വിവരം അറിയിച്ചു. പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചുമൊക്കെ ഓടിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയെങ്കിലും കാട്ടാനകൾ അവിടെ തന്നെ മണിക്കൂറുകളോളം തുടരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് വനപാലക സംഘം, കോന്നി ഡിവിഷനിൽ നിന്ന് വനപാലക സംഘം എത്തി പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെയാണ്, വെളിച്ചമടിച്ചും ഒക്കെയാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയിരിക്കുന്നത്. നിരവധി തവണ നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരാതിയായി അവർ ഉന്നയിക്കുന്നത് ഈ വനത്തിൽ തീരെ വെള്ളമില്ല. അവിടെ കിടങ്ങുകൾ കുഴിച്ച് മുൻപ് വനപാലകർ കാട്ടാനകൾക്കും വന്യമൃഗങ്ങൾക്കും ആവശ്യമായ വെള്ളം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് കൊടും വേനലിൽ വെള്ളം തേടി ഇത്തരത്തിൽ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യമുള്ളത് എന്ന് പറയുന്നു. എന്തായാലും ആളുകൾ ഭയത്തിലാണ്. അടിയന്തരമായ ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേണം. ഇത് സ്ഥിരമായി ഇവയെ കാട്ടിലേക്ക് തുരത്താൻ, കാട്ടിൽ തന്നെ തുടരാൻ വേണ്ട നടപടിയിലേക്ക് കടക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ശരി, കടുത്ത ജലക്ഷാമം വന്യജീവികളെയും വലയ്ക്കുകയാണ്. ജലക്ഷാമം മൂലം വെള്ളം തേടി കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുവെന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കരിമണൽ കമ്പനിക്ക് അനധികൃതമായി ആനുകൂല്യം നൽകിയെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. കോടതി നടപടി നിയമപരമായ തിരിച്ചടിയാണെന്നും തെളിവുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും മാത്യു കുഴൽനാടൻ അറിയിച്ചു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദെ, ഈ കോടതി ഹർജി തള്ളി എങ്കിലും നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണല്ലോ മാത്യു കുഴൽനാടൻ MLA പറയുന്നത്. ക്രിസ്tina, തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സമർപ്പിച്ച രേഖകളിൽ ന്യൂനത ഉണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നാണ്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് അത് കരിമണൽ ഖനനാനുമതിയുടെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. തെളിവെന്ന് അവകാശപ്പെട്ട അദ്ദേഹം 5 രേഖകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു.
ഈ രേഖകൾ മതിയായ തെളിവല്ല, അതല്ലെങ്കിൽ ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിനോ ഉള്ള മതിയായ രേഖകളോ തെളിവുകളോ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയത്. മാത്രവുമല്ല, ഇതോടെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ ഉണ്ടാവുകയുമില്ല. ഈ KMRL കമ്പനിക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് ഈ കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തു എന്നായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനായി യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കി. എന്നാൽ സർക്കാരിന്റെ നയപരമായിട്ടുള്ള തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ മറുവാദം. ഹാജരാക്കിയ തെളിവുകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന്റെ എന്ത് തെളിവാനുള്ളതെന്നും ഒരു ഘട്ടത്തിൽ കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളൊരു സംശയം കൂടി കോടതി ഈ വാദപ്രതിവാദം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ CPM ഈ പരാതിയും ഈ കേസും അത് ശരിയായിട്ടുള്ളതല്ല, അത് കെട്ടിച്ചമച്ചതാണെന്നുള്ള ആരോപണവുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഹർജി തള്ളിയതോടെ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ മാത്യു കുഴൽനാടൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിലൊരു തിരിച്ചടി കൂടി ആയിരിക്കുകയാണ്. ഇനി മാത്യു കുഴൽനാടൻ ഏത് രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. സുഗന്ധഗിരി വനം കൊള്ളയിൽ വീണ്ടും നടപടി. ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ MP സജീവനെയും സ്ഥലം മാറ്റി. വടകര സോഷ്യൽ ഫോറസ്ട്രിയിലേക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, വീണ്ടും ഈ ഒരു സുഗന്ധഗിരി വനം കൊള്ളയിൽ നടപടി ഉണ്ടായിരിക്കുന്നു, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, സുഗന്ധഗിരി വനംകൊള്ള സമീപകാലത്തെ ഏറ്റവും വലിയ വനംകൊള്ളയാണ്. 20 മരം മുറിക്കാൻ വേണ്ടി, ജീവനും സ്വത്തിനും അപകടകരമായ മരം മുറിക്കാൻ വേണ്ടിയുള്ള പെർമിറ്റ് നൽകിക്കൊണ്ട് അതിൽ 100-ലേറെ മരങ്ങൾ മുറിച്ചു കടത്തുന്നു. അതിന് DFO മുതൽ ഫോറസ്റ്റ് വാച്ചർ വരെയുള്ളവർ കൂട്ടുനിന്നു എന്നായിരുന്നു നേരത്തെ വനമന്ത്രി പറഞ്ഞത്. ഇതിനുശേഷം ഒരു ഉത്തരവിറങ്ങി, സസ്പെൻഷൻ ഉത്തരവ്, അത് മരവിപ്പിച്ചു. അതിന്റെ തുടർച്ചയായാണ്, ആ മരവിപ്പിക്കലിന് ശേഷമാണ് ഇപ്പോൾ സസ്പെൻഷന് പകരം സ്ഥലം മാറ്റ ഉത്തരവിലേക്ക് കടക്കുന്നത്. ഈ MP സജീവൻ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറാണ്. അദ്ദേഹത്തെയാണ് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ചുമതലയിൽ നിന്നും മാറ്റി സാമൂഹ്യ വനവൽക്കരണത്തിലേക്ക്, സോഷ്യൽ ഫോറസ്ട്രിയിലേക്ക്, വടകരയിലേക്ക്, വയനാട്ടിൽ നിന്നും വടകരയിലേക്കാണ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് തന്നെ സ്ഥലത്തെ DFO സജിനെയും സ്ഥലം മാറ്റി കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രിയിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിട്ടിരുന്നു. ഇവരെല്ലാം തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു നേരത്തെ ഉത്തരവ്. ആ ഉത്തരവ് വനം മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മരവിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമുള്ള നടപടിയായാണ് ഈ സ്ഥലം മാറ്റം വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ദീപക് ധർമ്മടമാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU. പുതിയ മാറ്റങ്ങൾ CITU അംഗീകരിച്ചെന്ന ഗതാഗത മന്ത്രിയുടെ വാദം തെറ്റാണെന്നും സമരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നും വിശദീകരണം. പ്രതിഷേധത്തിന് പിന്നാലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുകയാണ്. അഖിൽ, ഈ കേസിൽ ഗതാഗത മന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് CITU ഉന്നയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് പലയിടങ്ങളിലും ഈ ടെസ്റ്റുകൾ മുടങ്ങുകയും ചെയ്തല്ലോ. അമേരിക്കൻ മോഡലൊന്നും ഇവിടെ വേണ്ട എന്ന പ്രതികരണമൊക്കെയാണല്ലോ വന്നത്. കൃഷ്ണ, കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, നേരത്തെ ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ, അതായത് CITU ഉൾപ്പെടെയുള്ള സംഘടനകളെ വിളിച്ചു വരുത്തുകയും അവരുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ആ ചർച്ചയിൽ ഈ പരിഷ്കരണം പൂർണ്ണമായി അംഗീകരിച്ച് CITU കൈയടിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു ഗതാഗത മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ മന്ത്രിക്കെതിരെ തന്നെ CITU നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ പരിഷ്കരണം അംഗീകരിച്ച് കൈയടിച്ചു എന്നുള്ളത് മന്ത്രി പറയുന്നത് തെറ്റാണ്. ഒരു മന്ത്രിക്ക് പറ്റിയ പണിയല്ല KB ഗണേഷ് കുമാർ കാണിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ്. മറ്റൊരു വശത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്നും തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CITU ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളും ഇന്നും പ്രതിഷേധത്തിനുണ്ടായിരുന്നു. സംയുക്ത സമര സമിതി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ചില തർക്കത്തിൽ ഉൾപ്പെടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ടെസ്റ്റ് പരിഷ്കരണം അത് ഒഴിവാക്കുന്നതുവരെ, അത് പിൻവലിക്കുന്നതുവരെ ഇവരുടെ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും സംയുക്ത സമര സമിതിയും അതുപോലെ തന്നെ INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിക്കുന്നത്. CITUയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം 23-ന് ഇവരുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയുമായി ഒരു യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ആ യോഗത്തിൽ ഒരു പരിഹാരമായില്ല എങ്കിൽ കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും CITU അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാർ. ഇനിയൊരു ഇടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours.
Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ 12 ദിവസം പ്രചാരണത്തിനിറങ്ങും. ഗ്രാമപ്രദേശത്ത് പ്രചാരണം ശക്തമാക്കാൻ 500 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ നമ്പുജൻ ചേരുകയാണ്. നിതിൻ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല, പക്ഷേ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് അമേഠി. ഏത് രീതിയിലാണ് പ്രചാരണം ശക്തമാക്കുക? ക്രിസ്റ്റീന, നെഹ്റു കുടുംബത്തിന്റെ അഭിമാന മണ്ഡലമാണ് അമേഠി. 1999 മുതൽ 2014 വരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയായിരുന്നു അമേഠിയിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയത്. എന്നാൽ 2019 ചിത്രം മാറിയത്. സ്മൃതി ഇറാനി അവിടെ 55,000 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇക്കുറി KL ശർമ്മയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് നീക്കം. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ 12 ദിവസം പ്രചാരണത്തിനിറങ്ങുക. അതോടൊപ്പം തന്നെ ഗ്രാമങ്ങളിലടക്കം പ്രചരണം ശക്തമാക്കാൻ 500 അംഗ സംഘത്തെയും ഇപ്പോൾ കോൺഗ്രസ് ടീമിനെയും രൂപീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രാമങ്ങളിലടക്കം പ്രചരണം ശക്തമാക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ തീരുമാനം. അമേഠിയിൽ 55,000 വോട്ടുകൾക്കുള്ള ഭൂരിപക്ഷം സ്മൃതി ഇറാനി നേടിയെങ്കിലും ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുന്നൊരു സാധ്യത മണ്ഡലത്തിൽ നിലവിലുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ മണ്ഡലത്തിലെ നിരീക്ഷകനായി AICC നിയോഗിച്ചിട്ടുണ്ട്. ഏത് വിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. KL ശർമ്മയാണ് മത്സരിക്കുന്നെങ്കിൽ പോലും നെഹ്റു കുടുംബത്തിന്റെ പൂർണ്ണ ശ്രദ്ധയും അതോടൊപ്പം തന്നെ പ്രചരണത്തിന്റെ ഭാഗമായി സജീവമായി തന്നെ രംഗത്തുണ്ടാകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ തന്നെ മണ്ഡലത്തിൽ 12 ദിവസത്തിൽ പ്രചരണത്തിനിറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അമേഠി തിരിച്ചുപിടിക്കാൻ ഉള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന്. ഗുജറാത്തിലെ സൂറത്തിൽ മത്സരമില്ലാതെ വിജയിക്കാൻ കാരണം കോൺഗ്രസ് ആണെന്ന് സൂറത്തിൽ ജയിച്ച BJP MP മുകേഷ് ദലാൽ. കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പിനെ അലക്ഷ്യമായി കൈകാര്യം ചെയ്തത്. നരേന്ദ്രമോദിയോടുള്ള സ്വീകാര്യത കൊണ്ടാണ് സ്വതന്ത്ര പത്രിക പിൻവലിച്ചത്. പ്രതിപക്ഷം സ്വയം ഇല്ലാതാവുകയാണെന്നും മുകേഷ് ദലാൽ 24നോട് പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ വിജയിച്ച BJP സ്ഥാനാർത്ഥി സൂറത്തിലെ മുകേഷ് ദലാലാണ് ഇപ്പോൾ 24 ന്യൂസിനൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഉള്ളത്. Anyway, congratulations. But thank you. But do you feel that it's a proud moment that without putting any fight you won the election? It is proud moment in the sense that first lotus has flown in the country from Surat, and I dedicate this Kamal to Mr. Our respected Honorable Prime Minister Narendra Bhai Modi, and it is important in the sense that Modi's determination of Viksit Bharat and 400 seats for NDA begins from India. Surat Lok Sabha has showed the direction to the country that this time NDA will surely cross 400 plus and BJP will surely cross 370 plus. Okay. Congress is suspecting that there was a foul play happened between the Congress candidate and the BJP right now. That is why he is being suspended from the party. So what's your take on that allegation? First of all, it is lookout of the Congress. We have nothing to do with it. BJP was working hard for 400 seats in the country, and me too, right from 14th March, was working hard to win with huge margin in the city. Now, during my 40 days of campaigning, we found that we got huge response from the voters. What's your message to the voters who all those people who are not getting the opportunity to cast their vote? Voters should know that they could not know what only and only because of Congress's irresponsible attitude and behavior. Congress was looking for backside safe exit to save its face, to save its deposit, and that's why they deliberately, well planned, motivated this move. So
voters should bear in mind this thing in all elections to come in future too. ഏതായാലും BJPയുടെ ഏകപക്ഷീയമായ വിജയത്തിന് കാരണം BJP അല്ല, അത് കോൺഗ്രസ് ആണ് എന്ന ആരോപണമാണ് ഇപ്പോൾ മുകേഷ് ദലാൽ ഉന്നയിക്കുന്നത്. വരുൺ വി നേർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്ത്യയിലെ ഏജൻസിയായ CBIയുടെ നടപടി. കേസിൽ ലൈംഗിക പീഡനത്തിനിരയായവർക്ക് പരാതി നൽകാൻ അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനമൊരുക്കി. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, എന്തായാലും CBI ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. ഇത് രാജ്യാന്തര തലത്തിൽ നൽകുന്ന ഒരു അലേർട്ടാണ്. ഈ അലേർട്ടിന്റെ ഭാഗമായി ഏത് രീതിയിലുള്ള പ്രതികരണമാണ് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക? അതേപോലെ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇതിൽ പരാതി നൽകാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ക്രിസ്റ്റീന, ചോദ്യം ചെയ്യലിനായി പ്രജ്വലിന് 3 തവണ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. അതോടൊപ്പം തന്നെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. എന്നിട്ടും പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. JDS നേതൃത്വം നേരത്തെ പ്രജ്വൽ ഉടൻ തന്നെ കീഴടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനം മാറി എന്നതാണ് നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ JDS ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ ദേവഗൌഡയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഉടൻ കീഴടങ്ങിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന രീതിയിൽ അത്തരത്തിൽ വിലയിരുത്തലുണ്ടാവുകയും അങ്ങനെയാണ് ഈ തീരുമാനം മാറിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും പ്രജ്വൽ രേവണ്ണ കീഴടങ്ങുക എന്ന സാധ്യത. അതാണിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. എന്തായാലും അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ബ്ലൂ കോർണർ നോട്ടീസ് അത് CBIയോട് ആവശ്യപ്പെടുന്നു. CBI അത് പരിശോധിച്ച് ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യാന്തര തലത്തിൽ തന്നെ പുറത്തിറക്കുന്ന ലുക്കൌട്ട് നോട്ടീസ് എന്ന തരത്തിലാണ്. സ്വാഭാവികമായും ഇന്റർപോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും എന്നതാണ് കർണാടക ആഭ്യന്തരമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയത്. അത്തരം ശക്തമായ നടപടിയുമായി അന്വേഷണ സംഘം എന്തായാലും മുന്നോട്ട് പോകുകയാണ്. പ്രജ്വലിനെ ഏത് വിധേനയും നാട്ടിലെത്തിക്കുക എന്ന് തന്നെയാണ് അവരുടെ ശ്രമം. മറ്റൊന്ന്, ഈ പരാതി നൽകാൻ പല ഇരകളും മടിക്കുന്നുണ്ട്. അതായത് എല്ലാവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അവർക്ക് നിയമസഹായം നൽകുക, ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പ് ലൈൻ സംവിധാനവും അന്വേഷണ സംഘം ഒരുക്കിയിട്ടുള്ളത്. അത് നിലവിൽ അതിനുശേഷം ആരും പരാതി നൽകിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പരാതിയുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയെ ഏത് വിധേനയും രാജ്യത്തെത്തിക്കുക എന്നതാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും പലരും ഇതിൽ പരാതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ പറയുന്നത്. പുതിയ പാർട്ടിയാകാൻ സംസ്ഥാനത്തെ ജനതാദൾ S നേതൃത്വം. കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചേക്കും. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയാകും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദെ, ഈ JDSന്റെ ഭാവിയിൽ പുതിയ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക? പുതിയൊരു പാർട്ടി രൂപീകരിക്കുമോ അതോ ഇടതു പാർട്ടികൾ ചേർന്ന് ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് പോകുമോ? കൃഷ്ണ, ഈ JDS ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചിരുന്നത്. ഇത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി ഉയർത്തിയപ്പോഴും CPM കേരള ഘടകത്തിന് പിന്തുണ നൽകി. മാത്രമല്ല CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയും ചെയ്തു. അപ്പോഴും എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട പീഡന വിവാദം ഉയർന്നു വന്നതോടുകൂടിയാണ് പുതിയ നീക്കത്തിലേക്കും ആലോചനയിലേക്കും JDS കേരള ഘടകം കടക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. ഈ JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം ചർച്ചയാകും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ സംസ്ഥാന നേതൃയോഗവും ചേരും. ക്രിസ്tina. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. സന്ദേശ് ഖാലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് ഇന്ന് വൈകിട്ട് റാലി സംഘടിപ്പിക്കും. സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമമോ ബലാത്സംഗമോ നടന്നിട്ടില്ലെന്ന BJP നേതാവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് റാലി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. വമ്പൻ റാലിക്കാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ.
ക്രിസ്റ്റീന, സന്ദേശ് ഖാലിയിലെ BJP നേതാവിന്റെ വെളിപ്പെടുത്തൽ ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സന്ദേശ് ഖാലി വിഷയം BJP രാഷ്ട്രീയ പ്രചരണ വേദികളിൽ നിരന്തരം ഉന്നയിക്കുകയും മമതാ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി പ്രചരണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ BJP നേതാവിന്റെ വെളിപ്പെടുത്തലുണ്ടായത്. സുവേന്ദു അധികാരിയാണ് സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ പരാതിക്ക് പിന്നിലെന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. സ്ത്രീകൾക്ക് പരാതി നൽകിയ സ്ത്രീകൾക്ക് 2000 രൂപ വീതം നൽകിയെന്നും ഈ വെളിപ്പെടുത്തലിൽ പറയുന്നു. ഇത് ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയം ഉയർത്താനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം തന്നെ ഇത് ഡീപ് ഫേക്ക് വീഡിയോ ആണെന്ന ഒരു പ്രതിരോധമാണ് BJP നടന്നത്. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP രംഗത്തുണ്ട്. അതേസമയം തന്നെ സന്ദേശ് ഖാലി ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങൾ ഈ 7ാം ഘട്ട വോട്ടെടുപ്പിലാണ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിനു മുമ്പാകെ തന്നെ ഈ പ്രചരണം ശക്തമായി തൃണമൂൽ കോൺഗ്രസും BJPയും ഇതിനു തന്നെ ബംഗാളിൽ സജീവമായി കഴിഞ്ഞു. ശരി, സന്ദേശ് ഖാലി വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ്. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കിളിമാനൂർ കുറവൻകുഴിയിൽ വാഹനാപകടം. ഓട്ടോറിക്ഷ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹരികൃഷ്ണനാണ്. ഹരി, എപ്പോഴായിരുന്നു അപകടം? 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടല്ലോ, ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? കൃഷ്ണ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് MC റോഡിൽ തിരുവനന്തപുരം കിളിമാനൂർ കുറവൻകുഴിയിലാണ് ഇത്തരത്തിൽ ആട്ടോ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടം ഉണ്ടായത്. 3 പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്. ഇതിൽ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഈ തട്ടത്തുമല സ്വദേശികളായിട്ടുള്ള ഓട്ടോ യാത്രികരായ മുരളീധരൻ ആചാരി, അബ്ദുൾ ബഷീർ, സുനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ തട്ടത്തുമല ഭാഗത്തു നിന്നും കിളിമാനൂർ ഭാഗത്തേക്ക് റബ്ബർ ഷീറ്റ് കയറ്റി വന്ന ഓട്ടോയുടെ പുറകിൽ അതേ ദിശയിൽ നിന്നും വന്ന അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരികൃഷ്ണൻ. എടത്വ നീരേറ്റുപുറത്ത് മണിമലയാറ്റിൽ അജ്ഞാത ജഡം കണ്ടെത്തി. കുളിക്കടവിൽ നിന്ന് കൈലിയും സോപ്പും ലഭിച്ചു. എടത്വ പോലീസ് സ്ഥലത്തെത്തി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഇവിടെ ഇപ്പോൾ കൈലിയും സോപ്പും ഒക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, അത് കുളിക്കാൻ ഇറങ്ങിയ ആരെങ്കിലും അബദ്ധത്തിൽ വീണതാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ ഇപ്പോൾ? ക്രിസ്റ്റീന, തലവടിയിലാണ് ഈ സംഭവം. തലവടി എടത്വ നീരേറ്റുപുറം മണിമലയാറ്റിലാണ് ഈ പാലത്തിന്റെ താഴെ അജ്ഞാത ജഡം കണ്ടെത്തിയിട്ടുള്ളത്. ഉദ്ദേശം 35 വയസ്സ് തോന്നിക്കുമെന്നാണ്, പുരുഷനാണ് എന്നാണ് എടത്വ പോലീസ് അറിയിക്കുന്നത്. ഇയാളെ സമീപത്തുള്ള ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെങ്ങുമുള്ള ആളല്ല. അതുപോലെ തന്നെ ആ ഒരു പരിസരത്ത് ആരും കുളിക്കാൻ ഇറങ്ങുന്ന ഒരു കടവ് ആ ഭാഗത്തല്ല. അതിന് കുറച്ചുകൂടി വടക്ക് ഭാഗത്ത് മാറിയാണ് കുളിക്കടവുള്ളത്. കുളിക്കടവല്ലാത്തൊരു ഭാഗത്താണ് ഒരാൾ ഇറങ്ങിയിട്ടുള്ളത്. അതിന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ, അതിന് മുൻപ് തന്നെ മറ്റെന്തെങ്കിലും ഹൃദയാഘാതം അടക്കമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ നടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം എടത്വ പോലീസ് മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മനസ്സിലാകും എന്താണ് മരണകാരണം. ഒപ്പം തന്നെ ഇയാളെ തിരിച്ചറിയാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, വിവരങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന്. കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഇറാനിയൻ ബോട്ട് കൊച്ചി തീരത്ത് അടുപ്പിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷയിലാണ് ബോട്ട് എത്തിച്ചത്. ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധന നടക്കും. വിശദാംശങ്ങളുമായി വിനീത VG ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിനീത, ഏത് രീതിയിലുള്ള പരിശോധനയാണ് ഇനി നടക്കുക? ക്രിസ്റ്റീന, പരിശോധനകളും ഒപ്പം തന്നെ ഈ ബോട്ടിലുള്ള 6 മത്സ്യത്തൊഴിലാളികളെന്നാണ് അവർ പരിചയപ്പെടുത്തിയത്. ഇവരെയൊക്കെ തന്നെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇവർ മത്സ്യബന്ധനത്തിനായി പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അവിടെ നിന്ന് അവർക്ക് ശമ്പളം ലഭിക്കുകയുണ്ടായിരുന്നില്ല. തുടർന്ന് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാനിൽ നിന്നൊക്കെ ചില വിശദീകരണങ്ങൾ കൂടി കോസ്റ്റ് ഗാർഡ് തേടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കൊയിലാണ്ടി പുറംകടലിൽ നിന്ന് പിടികൂടിയ കപ്പൽ, ഇറാനിയൻ ബോട്ട്, അതിന്ന് രാവിലെയോടുകൂടിയാണ് കൊച്ചി തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ നിരീക്ഷണത്തിൽ അവരുടെ കപ്പലിന്റെ ഒക്കെ സുരക്ഷയിൽ തന്നെയാണ് ഈ ബോട്ടിനെയും ഇറാനിയൻ ബോട്ടിനെയും കൊച്ചിയിലേക്ക് എത്തിച്ചത്. IB ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ വളരെ വിശദമായി ഈ മത്സ്യത്തൊഴിലാളികളെ എന്ന് പറഞ്ഞവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. ശരി, വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
മലപ്പുറം മുന്നിയൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു. ആലഞ്ചുവട് സ്വദേശി കുഞ്ഞുമുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. വിശദാംശങ്ങളുമായി മലപ്പുറത്തുനിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 7 മണിക്കാണ് ഈ മലപ്പുറം മൂന്നിയൂർ ആലഞ്ചുവട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. ഒന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന പാങ്ങാട് മുജീബ്, മറ്റൊരാൾ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന വയോധികനായ കുഞ്ഞു മുഹമ്മദ് എന്നിവർക്കും 2 പേർക്കുമായിരുന്നു പരിക്കേറ്റത്. ഇതിൽ കുഞ്ഞു മുഹമ്മദാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. 2 പേർക്കും ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് രാവിലെ തന്നെ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. തിരൂർ ഭാഗത്തു നിന്നും ചമ്മാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശ വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. റോഡിലെ കുഴി കണ്ടപ്പോൾ ഓട്ടോറിക്ഷ വെട്ടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന. ശരി, മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീം. എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകളും 9 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. മാവൻചുവട് മാട്ടുപുറം റോഡിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്ത റിയാസിനെ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, അല്പസമയം മുമ്പ് വരെ അവിടെ പരിശോധന തുടരുകയായിരുന്നു. ഇപ്പോൾ പരിശോധന അവസാനിച്ചോ? ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണോ ചെയ്യുന്നത്? 9 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ആയുധങ്ങൾക്കൊപ്പം. കൃഷ്ണ, നേരത്തെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് വെടിമറയിലുള്ള റിയാസിന്റെ വീട് എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നിലവിൽ ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ പരിശോധന നടക്കുന്നത് മാവിൻചുവട് മട്ടുപുറത്തുള്ള റിയാസിന്റെ വീട്ടിലാണ്. രാവിലെ 10 മണിയോടുകൂടിയാണ് SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം റിയാസിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 4 തോക്കുകൾ കണ്ടെത്തിയത്. 2 റിവോൾവറും 2 പിസ്റ്റളും ആണ് കണ്ടെത്തിയത്. ഒപ്പം 9 ലക്ഷം രൂപയും 20 വെടിയുണ്ടകളും റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ മുൻപ് പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടയുടെ സംഘാംഗത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസിന് വിവരമുണ്ട്. നിരവധി 7ഓളം കേസുകളെ ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ റിയാസ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റിയാസിന്റെ വീട്ടിൽ ഇന്ന് പോലീസ് പരിശോധന നടത്തിയത്. നേരത്തെ ആലുവയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടന്ന അക്രമ സംഭവങ്ങളിലെല്ലാം റിയാസിന് പങ്കുണ്ട് എന്നൊരു വിലയിരുത്തലും പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ തോക്ക് എവിടെ നിന്ന് ലഭിച്ചു, അത് എന്തിനാണ് സൂക്ഷിച്ചിരുന്നത്, ഒപ്പം ഈ 9 ലക്ഷം രൂപ എവിടെ നിന്നാണ് ലഭിച്ചത്, ഈ വെടിയുണ്ടകളെല്ലാം എവിടെ നിന്ന് ലഭിച്ചു, അക്കാര്യങ്ങളെല്ലാം റിയാസിനോട് നിലവിൽ ചോദിച്ചറിയുകയാണ് പോലീസ്. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിന് മുന്നേ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഈ തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി പോലീസ് ഉയർത്തുന്നത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും അക്രമത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അത്തരം സംഭവങ്ങൾ കരുതിയിരുന്നോ, അക്കാര്യങ്ങളെല്ലാമാണ് പോലീസ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. വിഷ്ണു, അതുപോലെ ഇയാളെ എവിടെയാണ് ചോദ്യം ചെയ്യുന്നത്? ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ തോക്കിന്റെ ഉറവിടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റേതെങ്കിലും സംഘങ്ങളോടൊപ്പം ഇയാളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും പോലീസിന്റെ ഒരു നീക്കം? ഈ തോക്കിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് റിയാസിനോട് തന്നെ ചോദിച്ചറിയുക എന്നുള്ളതാണ് നിലവിലുള്ള മാർഗം. അതിനുശേഷം അയാൾ അതിന് തയ്യാറായില്ലെങ്കിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ അന്വേഷണം ഉണ്ടാകും. ഒപ്പം ഈ 9 ലക്ഷം രൂപ അത് ഏത് പശ്ചാത്തലത്തിൽ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരണം. അത് ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ഒപ്പം കൂടുതൽ പദ്ധതികൾ അല്ലെങ്കിൽ കൂടുതൽ അക്രമ പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു, അക്കാര്യങ്ങളിലും ഒരു വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പ്രത്യേക SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. രാവിലെ 10 മണി മുതലാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെ ഈ കേസിന്റെ ഗുരുതര സ്വഭാവം സൂചിപ്പിക്കുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം റിയാസിന്റെ വീട്ടിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റിയാസിന്റെ വീടിന് ഒരു 50 മീറ്റർ ഇപ്പുറത്താണ്. അതിനകത്താണ് നിലവിൽ പരിശോധനകളും ചോദ്യം ചെയ്യലും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് സമയത്തിനപ്പുറത്തേക്ക് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും വളരെ ഗൗരവ സ്വഭാവമുള്ള കേസ്. ഒരു വീട്ടിൽ നിന്ന് 4 തോക്കുകൾ പിടിച്ചെടുത്തിരിക്കുന്നു, പണം പിടിച്ചെടുത്തിരിക്കുന്നു, വെടിയുണ്ടകൾ പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. മൂവാറ്റുപുഴയിൽ മോഷണത്തിനിടെ 65-കാരിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. മൂവാറ്റുപുഴ കഴുമ്പിത്താഴം കരയിൽ കൗസല്യയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വിശദാംശങ്ങളുമായി S. ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
കൃഷിനെ ഏറെ ദുരൂഹത ഉണർത്തുന്ന ഒരു കേസിലാണ് ഇപ്പോൾ പോലീസ് ഒരു മരണം കൊലപാതകമാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് 65 വയസ്സുകാരിയായ കൗസല്യ വീട്ടിനുള്ളിൽ മരണപ്പെടുന്നത്. പക്ഷേ ഈ വിവരം പോലീസിൽ അറിയിക്കാതെ മരണം വിവരം സാധാരണമാക്കി മാറ്റാൻ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ശ്രമിച്ചു എന്നുള്ളതാണ് വിവരം. വിവരം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയുമായിരുന്നു. ഇതിലാണ് കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തൽ നടന്നത്, അത് സ്വർണം മോഷ്ടിക്കാനാണ് എന്നുള്ളൊരു കാര്യം പോലീസ് കണ്ടെത്തുന്നത്. ഇതോടെയാണ് അടുത്തൊരു ബന്ധുവിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും കൗസല്യയുടെ ഒരു മരണം സ്വാഭാവികമാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കഴുത്തിലുണ്ടായിരുന്ന മാലയാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അടുത്തൊരു ബന്ധുവിനെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്യാംകുമാറാണ്. മലയാളി താരം ആശാ ശോഭനയ്ക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം. ബംഗ്ലാദേശിനെതിരായ 4ാം 2020-ലാണ് ആശാ ശോഭന കളിക്കുന്നത്. മലയാളി താരം സജന സജീവനും ടീമിലുണ്ട്. ടോസ് നേടിയ ബംഗ്ലാദേശ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് ചേരുന്നത്. അനിൽ, മലയാളികൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ പൊതുവെ നല്ല കാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. കാരണം മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യയുടെ 2020 ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് മലയാളികളെല്ലാം തന്നെ. അതിനിടെയാണ് ഇന്ത്യൻ ടീമിലേക്ക്, ഇന്ത്യയുടെ ആദ്യ 11ലേക്ക് മറ്റൊരു മലയാളി താരം കൂടി വരുന്നത്. ഈ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ് സജന സജീവന ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാനായത്. ഈ പരമ്പര ഇന്ത്യ 3-0 മുന്നിലാണ്. പരമ്പര നേടിക്കഴിഞ്ഞു. അതോടുകൂടി ടീമിലെ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള ആശയ്ക്കും കൂടി ഒരു അവസരം കൊടുക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 4ാം മത്സരത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ആശാ ശോഭന കളിക്കുന്നു. ഈ അടുത്ത് നടന്ന വനിതാ പ്രീമിയർ ലീഗിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് ആശാ ശോഭന. വിക്കറ്റ് വേട്ടക്കാരിൽ 2ാമതെത്തി. ഒപ്പം തന്നെ ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ തന്നെ അവസാന ഓവറുകളിൽ മിന്നും പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്ന 3ാമത്തെ മലയാളി താരം. മിന്നുമണിക്കും സജന സജീവനും ശേഷം 3ാമത്തെ താരമാവുകയാണ് ആശാ ശോഭന. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനിൽ വാസുദേവ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇന്ന് സംഭവിച്ചത് കാണാം. വേണു ബാലകൃഷ്ണൻ എത്തും. നമസ്കാരം.